സന്തോഷത്തിൻ്റെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യും. പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കുകയോ പഠിക്കുന്നുമില്ല. പക്ഷേ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും സമയം നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തരികയും ആരാണ് നമ്മുടെ നല്ല സുഹൃത്ത് എന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടവും പ്രയാസവും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മളെ നന്നായിട്ട് കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളോട് സഹാനുഭൂതി കാണിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും ചില ചുരുക്കം ആളുകളുണ്ടാവും. അവരാണ് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ ചില ആളുകൾ അത്രയും നാൾ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ച് സുഖമാണോ എന്നൊക്കെ ചോദിച്ച ചില ആളുകളുണ്ടാവും. നമ്മുടെ പ്രയാസത്തിൻ്റെ സമയത്ത് നമ്മൾ സഹായത്തിന് വേണ്ടി നിലവിളിച്ചാൽ പോലും കണ്ടിട്ടും കാണാത്ത പോലെയും കേട്ടിട്ടും കേൾക്കാത്ത പോലെയും അവർ പോകും. അവർ നമ്മളെക്കുറിച്ച് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണി കണ്ടുപിടിക്കാൻ തുടങ്ങും. നമ്മളില്ലാത്ത ഇടങ്ങളിൽ നമ്മളെക്കുറിച്ച് അവർ പരദൂഷണം പറയും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മളോട് സഹാനുഭൂതി കാണിക്കാനും ചേർത്ത് പിടിക്കുന്ന ചില മനുഷ്യർ, അവർ നമുക്ക് ഓക്സിജൻ പോലെയാണ്. കാരണം നമുക്ക് ശ്വാസം കിട്ടാതെ നമ്മൾ സഫോക്കേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കൊരു പ്രാണവായു തന്ന് മുമ്പോട്ട് ചലിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഒന്നാമത്തെ കൂട്ടരാണ്. ഇനി രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ, ഈ ലോകം ഇങ്ങനെയൊക്കെയാണ്, ഈ ലോകം അത്ര ഈസി അല്ല, അത്ര എളുപ്പമല്ല ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളോട് ഇന്നലെ ചിരിച്ചിരുന്ന ആളുകൾ ഇന്ന് അവരെങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന വലിയ പാഠം പഠിപ്പിച്ചു തരികയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരാനും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ സ്ട്രോങ് ആവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ രണ്ടാമത്തെ കൂട്ടരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഈ രണ്ട് കൂട്ടരും നമുക്ക് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്.